ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു. നിനക്ക് തന്ന പ്രോമിസ് എനിക്ക് തെറ്റിക്കേണ്ടി വന്നു. ICUവില് നീ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പില്ലാതെ കിടന്നപ്പോ ആ സമയത്ത് ഗീതാന്റെയും അങ്കിളും നിന്റെ കാര്യത്തില് ഞാനെന്തോ രഹസ്യം ഒളിപ്പിക്കുന്നെന്ന് സംശയിച്ചിരുന്നു. കണ്ണു തുറന്നപ്പോ നീ ആദ്യം ആവശ്യപ്പെട്ടത് എന്നെ കാണണമെന്നായിരുന്നു. നിന്നെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോ ആന്റി അങ്കിളിനെ നേരിടാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങോട്ടൊരു ചോദ്യം ഉണ്ടാവുന്നതിന് മുൻപ് ആന്റിയോടെങ്കിലും സത്യം തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനല്ല ആന്റിയോട് തുറന്നു പറഞ്ഞു. സോറി അപ്പു. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ സാരമില്ല. ഒരു കണക്കിന് നീ പറഞ്ഞത് നന്നായി. ഒരു ഐസ് ബ്രേക്കിംഗ് ഒഴിവായി കിട്ടിയല്ലോ. റിയലി? അതേടാ, നീ പോയിക്കോ. ഞാൻ ഇറങ്ങട്ടെ ആന്റി. മാളു, അപ്പോ കാണിച്ച ഈ കുറുമ്പ് നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചു. അതിലൊരു പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടത് മോളായിരിക്കുന്നു അറിയാം. മോൾക്കറിയാലോ, ജീവിതത്തിലെ എല്ലാ ടഫ് സിറ്റുവേഷനെയും വളരെ കൂളായി ഫേസ് ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പോലും ആ സമയത്തൊന്ന് പതറിപ്പോയി. ആ ടെൻഷനിൽ ഞാൻ മോളോടും മുരളിയോടൊക്കെ അല്പം മോശമായിട്ട് പെരുമാറിയെന്ന് പറയാം. അതൊന്നും മോള് മനസ്സിൽ വെച്ചേക്കരുത്. ഐ എം സോറി മാഡം. എന്താ അങ്കിൾ ഇത്? എന്തിനാ എന്നോട് സോറി പറയുന്നത്? എന്നോട് ദേഷ്യപ്പെടാനും വഴക്ക് പറയാനുള്ള അവകാശം അങ്കിളിനും ആന്റിക്കും ഉണ്ടല്ലോ. നോ, സോറി പറയാനല്ല ആക്ച്വലി ഞാൻ വിളിച്ചത്. നിന്നോടൊരു വലിയ താങ്ക്സ് പറയാനാ. ഞങ്ങളൊക്കെ പതറിപ്പോയ ആ സന്ദർഭത്തിൽ മോൾ എത്ര ഭംഗിയായി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ഒപ്പം നിന്ന് ഞങ്ങൾക്കൊക്കെ ധൈര്യം തന്നില്ലേ? എല്ലാറ്റിനുപരി നിന്റെ ആ പ്രസൻസ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് അപ്പൂനാണ്. നീ കൂടെയുള്ളത് കൊണ്ടാണ് അപ്പു ഇത്രയും വേഗം റിക്കവർ ആയത്. എല്ലാറ്റിനും ഞങ്ങൾക്ക് നിന്നോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട് മോളെ. അല്ലടോ? അങ്കിളിന് എന്താ പറ്റിയത്? എന്തിനാ ഈ നന്ദി പറച്ചില് സോറിയൊക്കെ? എന്നോട് ഇത്ര ഫോർമൽ ആവല്ലേ അങ്കിൾ, പ്ലീസ്. ശരിയാണ്, നിന്നോട് ഇത്രയും ഫോർമൽ ആവേണ്ട ആവശ്യമൊന്നുമില്ലാന്നറിയാം. എന്നാലും പറയാനും അറിയിക്കാനും ഉള്ളത് പരസ്പരം ഷെയർ ചെയ്യണമല്ലോ. ഇനി അങ്കിള് മോളോട് ഗൗരവമുള്ളൊരു കാര്യം പറയട്ടെ. കേൾക്കുമ്പോ മോൾക്ക് സങ്കടാവും. നിന്നോടത് പറയാൻ എനിക്കും വിഷമമുണ്ട്. പക്ഷേ എന്ന് കരുതി അത് പറയാതിരിക്കാനാവില്ലല്ലോ. അങ്കിൾ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. നോക്ക് ആന്റി, എന്ത് ഫോർമലായിട്ട് എന്നോട് സംസാരിക്കുന്നത്? ഞാനെന്താ അത്രയ്ക്ക് തന്നെയാണോ ഇവിടെ? ഹേയ്, ഒരിക്കലുമല്ല. നിന്നെ അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് മോളെ ഞങ്ങൾക്ക് ഈ സങ്കടം. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നീയും ഒപ്പവും ഇപ്പോഴും കുട്ടികളാ. പക്ഷെ റിയാലിറ്റി അതല്ലല്ലോ. നിങ്ങളിപ്പോൾ മുതിർന്ന പെൺകുട്ടികളാണ്. അധികം വൈകാതെ തന്നെ മോളൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കും. അതിന് അപ്പവുമായിട്ടുള്ള ഈ ചങ്ങാത്തം ഒരിക്കലും ഒരു വിലങ്ങുതടിയാവരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു ആശങ്ക മുരളിയുടെയും അശ്വതിയുടെയും മനസ്സിലുണ്ട്. അങ്ങനെ തോന്നുന്നതിൽ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ആർക്കായാലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്കണ്ഠ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്.
പോരാത്തതിന് അപ്പു കാണിച്ച ഈ പ്രവൃത്തി അവരെയൊക്കെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനിയും ഇതേ ഇന്റൻസിറ്റിയിൽ ഈ ഫ്രണ്ട്ഷിപ്പ് തുടർന്നാൽ അത് രണ്ടുപേരുടെയും ജീവിതത്തെ വല്ലാതെ നെഗറ്റീവായി ബാധിക്കുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. തുറന്നു പറയാലോ മോളെ, അങ്ങനെ ഒരു ഭയം ഞങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് അങ്കിളിത് പറയുന്നതെന്ന് മോള് മനസ്സിലാക്കണം. ഒരുപക്ഷെ അപ്പുവിനേക്കാൾ സെൻസിബിൾ ആയത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മോൾക്കായിരിക്കും. ഞാൻ എന്താ വേണ്ടത് അങ്കിള് പറയും. അപ്പുവുമായി പഴയതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇനി മോള് നിൽക്കരുത്. അപ്പുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ പോലും മോൾ അതിൽ നിന്ന് ഒഴിവാകണം. എന്നുവെച്ച് ഒരു ഹായ് ബായ് ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒതുങ്ങണം എന്നല്ല അങ്കിള് പറയുന്നത്. എന്നാലും പഴയതുപോലെ ഇനി വേണ്ട. അടിക്കടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവും പോക്കും, ഒരുമിച്ചുള്ള യാത്രകളും മറ്റുമൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതിന് മോള് കൂടി ഒന്ന് മനസ്സ് വെക്കണം. പോട്ടെ ആന്റി. മോള് വിഷമിക്കാതെ. അവളോടിപ്പോ ഇതേപ്പറ്റി ഒന്നും പറയണ്ടായിരുന്നു. പാവം, ഒരുപാട് വിഷമായി അവക്ക്. അല്പം ക്രൂരമായി പോയെന്നറിയാം. വേറെ വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അശ്വതി, ഇതൊന്നും നേരെ പോകുമെന്നുള്ള വിശ്വാസവും പ്രതീക്ഷയൊന്നും എനിക്ക് അന്നേ ഇല്ലായിരുന്നു. അതുകൊണ്ടാ നിങ്ങളൊക്കെ പൊന്നേ പൊരുളേന്നും പറഞ്ഞ് പുറകെ നടന്നപ്പോഴും ഞാൻ ആ പെങ്കൊച്ചിനെ അധികം അടുപ്പിക്കാഞ്ഞത്. ഉള്ളത് പറയാലോ, ആ കൊച്ചിനെ പണ്ട് മുതലേ കാണുന്നതേ എനിക്ക് ചതുർത്ഥിയാ. പെങ്കൊച്ചുങ്ങളുടെ എന്തെങ്കിലും ഐശ്വര്യോ ശ്രീത്വം ആ കൊച്ചിനുണ്ടോ? കുമ്പളങ്ങയ്ക്ക് കുരുട്ടുവാട്ടം പിടിച്ച പോലൊരു മോന്തയും ടൂറിസ്റ്റ് ബസിന്റെ ചില്ല് പോലൊരു കണ്ണടയും, വേഷവും ഭാവവും പിന്നെ പറയാൻ വേണ്ട. പെങ്കച്ചാണെന്ന വല്ല വിചാരം ഉണ്ടോ അവക്ക്? അവക്കും ഇല്ല, അവിടെ വീട്ടുകാർക്കും ഇല്ല. അതിന്റെയാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. അല്ല, അവരെന്തനുഭവിക്കുന്നു? അനുഭവിക്കുന്ന മുഴുവൻ നമ്മളല്ലേ. പറഞ്ഞുറപ്പിച്ചു വെച്ച നല്ല അസലൊരു ബന്ധം ഇപ്പോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ. ഇതാ ഞാൻ പറയുന്നത്, നാറുന്നവനെ ചുമന്ന ചുമക്കുന്നവനും നാറുവെന്ന്. അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? ഇത് എപ്പോ തുടങ്ങിയ കുറ്റം പറച്ചിലാ? കേട്ട് കേട്ട് ചെവി അടച്ചു. ഞാൻ പറയുന്നതിൽ എന്താടി കുഴപ്പം? നമ്മുടെ കൊച്ചിന് കിട്ടിയ നല്ലൊരു ബന്ധം മുടക്കാൻ അവളായിട്ട് എന്തെല്ലാം കന്നതിരിവ് കാണിച്ചു. ഒടുവിൽ ഒന്നും നടക്കത്തില്ലെന്ന് കണ്ടപ്പോ ദാ ഇങ്ങനൊരു നാടകവും. വഞ്ചി ഇപ്പോ അവൾ ഉദ്ദേശിച്ച കടവിൽ തന്നെ അടുത്തല്ലോ. ആ, ദേ മാളു വന്നു. അപ്പൂന് എങ്ങനെയുണ്ട് മോളെ? ഭേദമായോ ശരിക്കും? അമ്മയ്ക്ക് പോയെന്ന് അന്വേഷിക്കായിരുന്നല്ലോ. ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. ഈ ഗേറ്റ് കടന്നാൽ 2 വീടിനപ്പുറമല്ല അവള് താമസിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാളു, നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു? അമ്മയൊന്നും ചെയ്തില്ല. അതാ എന്റെ ദേഷ്യവും സങ്കടമൊക്കെ. അമ്മ, ഒരാഴ്ച അപ്പോ ഹോസ്പിറ്റലിലായിരുന്നു. ഇത്രയും ദിവസമായിട്ടും അവൾക്ക് എന്താ പറ്റിയെന്നറിയാൻ, എങ്ങനെയുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ അമ്മ ഒരു പ്രാവശ്യമെങ്കിലും വന്നു അവിടെ? പോട്ടെ, അവളെ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നറിയാൻ ഒരു ഫോൺ കോളെങ്കിലും ചെയ്തായിരുന്നോ? കഷ്ടാണമ്മ. അമ്മയിൽ നിന്ന് അപ്പു ആന്റിയും VP അങ്കിളും ഒന്നും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ വിളിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? 2-3 പ്രാവശ്യം ഞാൻ ഗീതേച്ചിയെ വിളിച്ചതാ. ഫോൺ എടുത്തുമില്ല, തിരിച്ചു വിളിച്ചുമില്ല. മതിയല്ലോ, അതോടെ കഴിഞ്ഞല്ലോ അമ്മയുടെ ഉത്തരവാദിത്വമൊക്കെ.
സ്വന്തം മോള് രക്ഷപ്പെടുവോ ഇല്ലയോ എന്നറിയാതെ മുള്ളിന് മേൽ നിൽക്കുമ്പോ ഫോൺ എടുക്കാനോ വിശേഷം പങ്കുവെക്കാനോ ഒന്നും തോന്നിയെന്ന് വരില്ല ആർക്കും. അതിന്റെ പേരില് നമ്മുടെ ബാധ്യത തീർന്നെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കല്ല വേണ്ടത്. അതെ, നീ എന്തിനാ മാളു അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അശ്വതിയും സുഖമില്ലാതെ ഇവിടെ ഇരിക്കുകയല്ലേ? ഈ കഴുത്തുവേദനയും വെച്ചോണ്ട് ആശുപത്രി കയറി ഇറങ്ങാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഇവക്ക് പറ്റുമോ? ഇവള് വന്നില്ലെങ്കിൽ എന്താ, 24 മണിക്കൂർ നീ ഉണ്ടായിരുന്നല്ലോ അവിടെ. അതിനുവേണ്ടി നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലും മാറ്റിവെച്ചിട്ടല്ലേ നീ അവിടെ അവൾക്ക് കൂട്ടിരിക്കാൻ പോയത്? അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നീ അറിഞ്ഞോ? എന്തോ മഹാഭാഗ്യത്തിന് കരക്കാരെയും ബന്ധുക്കളെ ഒന്നും ഇവിടെ നിശ്ചയത്തിന് വിളിച്ചില്ല. അതുകൊണ്ട് മാനം പോകാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. നീ ചെയ്ത തോന്നിയാസത്തിന് ആ പയ്യന്റെ അവന്റെ വീട്ടുകാരുടെ മുന്നില് തല കുമ്പിടേണ്ടി വന്നത് ഞങ്ങൾക്കാ. അവര് കുടുംബക്കാരായതുകൊണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചു. വീട്ടുകാരുറപ്പിച്ച നിശ്ചയം മാറ്റിവെക്കാൻ പറയാൻ മാത്രം എന്ത് മഹാകാര്യ അവിടെ സംഭവിച്ചത്? അല്ല, ഒരാപത്തോ ദുരിതമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് അഹങ്കാരം കാണിച്ചല്ലേ? അതിന് ബാക്കിയുള്ളൊരു പിഴയടക്കണമെന്ന് പറഞ്ഞാ ഇത് എവിടുത്തെ ന്യായോ മാളു? നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലേലും ഒരു കാര്യം ഞാൻ പറയാം. ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടുകാരെ വകവെക്കാതെ പെങ്കൊച്ചുങ്ങൾ കയറി അഭിപ്രായം പറയുന്നതും തീരുമാനമെടുക്കുന്നതും തറവാട്ടി പറഞ്ഞ പെങ്കൊച്ചുങ്ങൾക്ക് ചേർന്ന പണിയല്ല. മുത്തശ്ശി, എന്റെ കല്യാണം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിൽ ആദ്യ അഭിപ്രായം പറയാനും തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റാരെക്കാളും എനിക്കുണ്ട്. പെൺകുട്ടിയുടെ അഭിപ്രായമോ മനസ്സോ ഒന്നും അറിയാതെ വീട്ടുകാർ മാത്രം എല്ലാം തീരുമാനിച്ചു നടത്താൻ ഇത് പഴയ കാലമൊന്നും അല്ല മുത്തശ്ശി. ശരിയാ, നിശ്ചയം മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, ഈ വീട്ടില് ഒരാൾ ഈ സമയത്ത് മരണത്തോട് മല്ലിട്ട് കിടക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചടങ്ങ് നടത്തുമായിരുന്നോ? അപ്പുവിന്റെ സ്ഥാനത്ത് മുത്തശ്ശിയായിരുന്നു ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലെങ്കിൽ നിങ്ങൾ ഈ ചടങ്ങ് നടത്തുമായിരുന്നോ? പറയാമേ. അതുപോലെ അല്ലല്ലോ മോളെ. അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനപ്പുറമാണ് എനിക്ക് അപ്പുവിന്റെ കാര്യം. അവളും ഈ വീട്ടിലൊരു അംഗം തന്നെയല്ലേ അമ്മേ. എന്നെ പോലെയോ എന്നെക്കാളോ അമ്മയ്ക്ക് അവളോട് ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നല്ലേ. എന്നിട്ടും എല്ലാരും കൂടി അവളെ ഇപ്പോ അശ്വതിയെ, പെണ്ണിന്റെ രീതിയും മട്ടും ഒക്കെ മാറി വരികയാണല്ലോ. സംസർഗ ഗുണം. ഇതിങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ല, പറഞ്ഞേക്കാം. മുരളി വരുമ്പോ രണ്ടുപേരും കൂടി ആലോചിച്ച് എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ നോക്ക്. അല്ലെങ്കിലേ അവിടുത്തെ പോലെ ആയിപ്പോവും ഇവിടെയും, പറഞ്ഞേക്കാം. അവക്കിനി എന്നെ അങ്ങ് പട്ടടയിലേക്ക് കെട്ടിയെടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. മോള് ഫ്രഷായോ? ദാ ഇത് കുടിക്ക്. അവിടെ വെച്ചേക്കാം, പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, ഇവിടെ ഇരുന്നാൽ നീ അത് മറന്നു പോവേ ഉള്ളൂ. ഇതാ കുടിക്ക്. ഇപ്പൊ ക്ഷീണമൊന്നും തോന്നുന്നില്ലല്ലോ? വയറുവേദന കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ലേ? ഇന്നൊരു ദിവസം കൂടി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. നാളെ മുതൽ നമുക്ക് പഴയതുപോലെ ആവാം. അച്ഛൻ അമ്പിമാമനെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയിരിക്കുക. ക്ലാസ് കഴിഞ്ഞേ വരൂ. ബിസ്ക്കറ്റ് വേണ്ടേ? എന്നാ മോള് കിടന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ വിളിച്ചാൽ മതി. രാത്രിയിലത്തേക്ക് എന്താ വേണ്ടത്? ഓട്സ് മതിയോ? അമ്മ, അമ്മ എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ചോദിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം ചോദിച്ചില്ല. എന്താ അപ്പു? അമ്മ മറയ്ക്കാൻ ശ്രമിക്കണ്ട. അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു എന്ന് മാളു എന്നോട് സമ്മതിച്ചു കഴിഞ്ഞു.
അതേപ്പറ്റി എന്തെങ്കിലും അമ്മയായിട്ട് എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാ ഞാനായിട്ട് തുടങ്ങി വെച്ചത്. എന്താ അമ്മ, എന്റെ പ്രശ്നം എന്താന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? നോക്കപ്പോ, ഞാൻ ഇതിനെപ്പറ്റി മനഃപൂർവ്വം ചോദിക്കാതിരുന്നത് തന്നെയാ. ഇപ്പൊ നീ ശാരീരികമായും മാനസികമായും വല്ലാതെ തളർന്നിരിക്കുന്ന ഒരു മൂഡിലാണെന്ന് അമ്മയ്ക്കറിയാം. ആദ്യം നിന്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാം. എന്റെ ഹെൽത്ത് ഓക്കെയാണ്. ഇപ്പോഴും ഒട്ടും ഓക്കെ ആവാതെ നിൽക്കുന്നത് എന്റെ മനസ്സാണ്. അത് ഓക്കെ ആവണമെങ്കിൽ എന്റെ മനസ്സ് പറയുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ കഴിയണം. ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് എന്റെ ജീവിതം ആയിരുന്നില്ല അമ്മ. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പെണ്ണിന്റെ ശരീരവുമായി ജീവിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഞാനൊരാണായിരുന്നു. A man in all sense. അപ്പോ ആ മനസ്സ് എന്റെ ശരീരത്തോടും അങ്ങനെ ആവശ്യപ്പെടുന്നു, നീ ഒരു പുരുഷനായി ജീവിക്കാൻ. ഇത്രയും നാള് ഞാനത് അവഗണിച്ചു, എല്ലാവർക്കും വേണ്ടി. ഇനി എനിക്ക് വയ്യമ്മ. അപ്പോ മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? അങ്ങനെയൊന്നും പറയല്ലേ. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അമ്മ, കേൾക്കുന്ന എല്ലാവരും ആദ്യം പറയുന്ന മറുപടി ഇത് തന്നെയായിരിക്കും എനിക്കറിയാം. ആളും എന്നോട് ഇത് തന്നെയാ പറഞ്ഞ. പക്ഷെ അതൊന്നും എന്റെ വെറും തോന്നലുകളല്ലെന്ന് ഡോക്ടറുടെ പ്രസൻസിൽ അവളെ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവളതിൽ കൺവിൻസ്ഡും ആണ്. എന്റെ ഈ പ്രശ്നം എന്നെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി എന്റെ മനസ്സ് പറയുന്നിടത്തേക്ക് എന്റെ ശരീരത്തെ കൊണ്ടുവരിക എന്നത് മാത്രമാണ് എന്റെ മുന്നിലുള്ള വഴി. അപ്പൊ നിർത്ത്. അങ്ങനെയൊന്നും പറ്റില്ല നിനക്ക്. ഒക്കെ വേണ്ടാത്ത ചിന്തകളാ. അമ്മ, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്നായിട്ട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനം ഇതാ. എനിക്കിനി ആണായി ജീവിച്ചേ പറ്റൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേക്കണ്ട. നമുക്കിനി ഈ കാര്യം സംസാരിക്കാൻ വേണ്ട. ഞാൻ അമ്മയോട് എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അച്ഛനോട് ഇതൊക്കെ എപ്പോ പറയണം, എങ്ങനെ പറയണം, അതൊക്കെ അമ്മയുടെ ഇഷ്ടം. അപ്പോ നിനക്ക് എന്താ പറ്റിയത്? ഒക്കെ നിന്റെ തോന്നലാ. അങ്ങനെയൊന്നും ആവാൻ പറ്റില്ല നിനക്ക്. പറ്റും. ഒരു ട്രാൻസ്മാനായി ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അത് നിങ്ങളുടെ സമ്മതത്തോടെ ആയാൽ സന്തോഷം. ഇനി നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ കൂടി എന്റെ ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാറ്റം ഉണ്ടാവില്ല. അത് 100% ഉറപ്പാണ്. അമ്പിമാമനെ കൊണ്ടുവിട്ടോ? വിപിക്ക് ബ്ലാക്ക് ടീ എടുക്കട്ടെ? വേണ്ട, തനിക്ക് വന്നേ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ വിപി? എനിക്ക് സംസാരിക്കാനുള്ളത് എന്തായിരിക്കും എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം, ഇല്ലേ?